നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ജീവൻ പൊലിഞ്ഞത് കുടുംബത്തിന്റെ ഏക ആശ്രയം ആയിരുന്ന യുവാവിന്റെ. അമ്മയെയും അനിയനെയും സുരക്ഷിതരാക്കണം എന്ന മോഹവും പാതി വഴിയിലാക്കി അഭിജിത്ത് വിട പറഞ്ഞു. ഒറ്റശേഖരമംഗലം കുന്നനാട് വെള്ളംകൊല്ലി പുത്തൻ വീട്ടിലെ അമ്മയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ഇന്നലെ ആമച്ചിലിൽ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ച 23-കാരനായ അഭിജിത്ത്. അഭിജിത്തിന്റെ പിതാവ് ചന്ദ്രൻ 8 വർഷത്തോളം കിടപ്പിലായിരുന്നു. മരിച്ചിട്ട് 6 മാസം തികയുന്നതേയുള്ളൂ. ഈ 8 വർഷവും അമ്മ സുനിത തൊഴിലുറപ്പ് ജോലിക്ക് ഉൾപ്പെടെ പോയാണ് മക്കളുടെ പഠനവും ഭർത്താവിന്റെ ചികിത്സയും നിത്യവൃത്തിയുമൊക്കെ നടത്തിയിരുന്നത്. ഇതിനിടെ ഭർത്താവ് മരിച്ചു. ഈ ആഘാതം താങ്ങാതെ കഴിയുന്നതിനിടെയാണ് ഇപ്പോൾ അഭിജിത്ത് കൂടെ കുടുംബത്തിന് നഷ്ടമായത്. അഭിജിത്തിന്റെ കുടുംബം CPM അനുഭാവികളാണ്. മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിലും പാർട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സുനിത ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ മണ്ഡപത്തിൻകടവ് വാർഡ് LDF സ്ഥാനാർത്ഥിയാകുന്നത്. പതിവ് പോലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പ്രവർത്തകരോടൊപ്പം പോകാനൊരുങ്ങവെയാണ് സുനിത മകന്റെ ദാരുണാന്ത്യം അറിയുന്നത്. മകന്റെ വിയോഗം അറിഞ്ഞ നിമിഷം മുതൽ അലമുറിയിട്ട് നിലവിളിക്കുന്ന അഭിജിത്തിന്റെ മാതാവ് സുനിതയെ സമാധാനിപ്പിക്കാൻ ബന്ധുക്കൾക്കോ പാർട്ടി പ്രവർത്തകർക്കോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. അനുജൻ ശ്രീജിത്തിന്റെ പഠന കാര്യങ്ങളെല്ലാം നോക്കുന്നതും അഭിജിത്തായിരുന്നു. ലോജിസ്റ്റിക് പഠനം കഴിഞ്ഞ് അഭിജിത്ത് കാട്ടാക്കട മുരളിയ പാൽ കമ്പനിയിൽ ജോലിക്ക് പോയിരുന്നു. എന്നിരുന്നാലും ബെജ്സ്റ്റിക്കിൽ ഉയർന്ന ജോലിക്കായും വിദേശത്ത് പോയി ജോലി ചെയ്ത് കുടുംബത്തെ സംരക്ഷിക്കണമെന്നുള്ള അതിയായ ആഗ്രഹവും അഭിജിത്തിനുണ്ടായിരുന്നു. ഇതിനിടെയാണ് അഭിജിത്ത് അപ്രതീക്ഷിത വിയോഗം. വീട്ടിലും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അഭിജിത്ത്. മരണം ഉൾക്കൊള്ളാൻ അഭിജിത്തിന്റെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ആകുന്നില്ല. സങ്കടമുഖവുമായിരിക്കുന്ന ശ്രീജിത്തിനെ സമാധാനിപ്പിക്കാൻ ആശ്വാസവാക്കുകൾക്കും ആകുന്നില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4 മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു.